ആഴമേറിയ മുറിവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു സഹനമാണ് നാണക്കേട്. അത് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി കളയും. നമ്മൾ ചെയ്തു വെച്ച ചില പാപങ്ങൾ നമുക്ക് നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ വിഷയമാണ്. പൂർവകാലത്ത് കുടുംബത്തിലുണ്ടായ മുറിവുകൾ നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ വിഷയമാണ്. ഈശോ സുഖപ്പെടുത്തട്ടെ. പഠന മേഖലയിൽ, ജോലി മേഖലയിൽ ഒക്കെ നമുക്കുണ്ട്, ബിസിനസ്സിൽ ഒക്കെ ഉണ്ടായ തോൽവികൾ നമുക്കിപ്പോഴും ഓർക്കുമ്പോൾ നാണക്കേടാണ്, അത് അപമാനമാണ്. ആ മേഖലയെ കർത്താവ് സുഖപ്പെടുത്തട്ടെ. ചില ലഹരികൾ, ചില ദുശീലങ്ങൾ അതിലൂടെ കടന്നു പോകുന്നവർക്കറിയാം. എല്ലാവരും അത് ആസ്വദിക്കുമൊന്നുമല്ല. ചിലരൊക്കെ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ബന്ധനത്തിലാണ്. അത് തന്നെ അവർക്കൊരു അപമാനം, നാണക്കേടിൻ്റെ വിഷയമാണ്. ആ മേഖലയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കേട്ടെ, നമ്മളോട് പലപ്പോഴും പിശാച് നമ്മുടെ കാതോരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്: ഹൈഡ്, യു ആർ അൺവർത്തി. നീ അവിടെ മറഞ്ഞിരിക്കുക, നീ അങ്ങോട്ട് മാറിയിരിക്കുക. നിനക്ക് എന്ത് യോഗ്യതയുള്ളത് മുമ്പിൽ നിൽക്കാൻ? നിനക്കെന്ത് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? അതുകൊണ്ട് പിശാച് നമ്മുടെ ചെവിയിൽ വന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്ക് യോഗ്യതയില്ല, നീ അവിടെ പാത്തിരിക്കുക. അപ്പോൾ കർത്താവ് പറയും, കുരിശിൽ നിന്നുകൊണ്ട് അവൻ നമ്മളോട് പറയും, എൻ്റെ കുഞ്ഞേ, നിന്നെ സ്വതന്ത്രനാക്കാനാണ്, ഈ നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ മറ നിന്നിൽ നിന്ന് മാറ്റാനാണ് ഞാൻ അതിലേക്ക് പ്രവേശിച്ചത്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു അല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിൻ്റെ 28ാമത്തെ അധ്യായം, 28ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പീഠാനുഭവ രംഗങ്ങളിലെ ഏറ്റവും വേദനാജനകമായ ഒരു അപമാനത്തിൻ്റെ രംഗം, ഒരു നാണക്കേടിൻ്റെ രംഗം. ജീസസ് ഈസ് സ്ട്രിപ്ഡ് ഓഫ്. കർത്താവിൻ്റെ വസ്ത്രം അവർ ഉരിയുന്നു. സ്നേഹം അനാവരണം ചെയ്യപ്പെടുന്നു. ലവ് ഈസ് എക്സ്പോസ്ഡ്. ഇത് കേവലം ശാരീരികമായ ഒരു അനാവരണം മാത്രമല്ല, കർത്താവിൻ്റെ നഗ്നത വെളിപ്പെട്ടു എന്ന് മാത്രമല്ല, മറിച്ച് ഒരാളുടെ അന്തസ്സ്, ഒരാളുടെ സ്വകാര്യത ഉരിഞ്ഞു മാറ്റപ്പെടുന്ന നേരമാണിത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത്രമേൽ അപമാനിതനായി മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ആഴമേറിയ മുറിവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു സഹനമാണ് നാണക്കേട്, നാണക്കേടിൻ്റെ അപമാനം. ഇപ്പം ശരീരത്തിൽ എത്ര വലിയ വേദന വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും, നമ്മൾ സഹിക്കും. കാരണം ആ സഹനം പ്രൈവറ്റ് സഫറിങ് ആണ്. നമ്മൾ ആ വേദന ഉള്ളിലൊതുക്കുകയാണ്. അതാണ് ഈ ശരീരത്തിലെ മുറിവുകളുടെ പ്രത്യേകത. വേദനയാണ്, പക്ഷേ അത് നമുക്ക് കടിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ ഷെയിം, നാണക്കേട്, അത് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി കളയും, നമ്മളെ ഇല്ലാതാക്കി കളയുന്ന നേരമാണത്. അതിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത്. അവൻ ബലഹീനനായി നിൽക്കുന്നു, പ്രതിരോധമില്ലാതെ അവൻ നിൽക്കുന്നു. അവൻ പവർലെസ് ആയിട്ട്, ശക്തിയില്ലാതെ കർത്താവ് നിൽക്കുന്നു. ഹീ സ്റ്റാൻഡ്സ് ദെയർ ഹ്യൂമിലിയേറ്റഡ്. നാണം കെട്ട്, അപമാനിതനായി നമ്മുടെ കർത്താവ് നിൽക്കുന്ന നേരമാണത്. 33 വയസ്സുള്ളൊരു യുവാവ് വിവസ്ത്രനായി ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഘോരവേദന, അതാണ് കർത്താവ് അനുഭവിക്കുന്നത്, കർത്താവ് ഏറ്റെടുക്കുന്നത്. അപമാനത്തിൻ്റെ, നാണത്തിൻ്റെ തടവറയിൽ നിന്ന് നമ്മൾ, അപമാനത്തിൻ്റെ, നാണക്കേടിൻ്റെ തടവറയിൽ നമ്മൾ ഇനി അകപ്പെടാതിരിക്കാൻ അവൻ ആ തടവറയിലേക്ക് പ്രവേശിച്ചതാണ്. അവൻ വിവസ്ത്രനായി നിന്ന നേരം. മത്തായി സുവിശേഷത്തിലാണ്. മത്തായി സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും നമ്മളിത് കാണുന്നുണ്ട്. മത്തായി സുവിശേഷം നിങ്ങൾ ഇന്ന് ധ്യാനപൂർവം ഇരുന്ന് വായിച്ചു പ്രാർത്ഥിക്കേണ്ടത് മത്തായി 27:35. അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ. 19, 23, 24 ഇങ്ങനെയാണ്
പടയാളികൾ ഈശോയെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവരെടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ സങ്കീർത്തന വാക്യം കൂടെ കോട്ട് ചെയ്ത് പോവുകയാണ്. ദൈവപുത്രൻ ഒന്നുമില്ലാതെ ചെറുതാകുന്നു. The Son of God is reduced to nothing. The Son of God is reduced to nothing. ഒന്നുമില്ലായ്മയിലേക്ക് ദൈവപുത്രൻ ചുരുങ്ങുന്ന നേരമാണ്. അവൻ്റെ വസ്ത്രം പടയാളികൾക്ക് കുറിയിടാൻ വേണ്ടി ചൂതാട്ടക്കാർ കൊടുക്കുന്നത് പോലെ അവരത് കവർന്നെടുക്കുന്നു. This is how far love descends. അത്രമേൽ ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്ന നേരമാണ്. അവൻ വിവസ്ത്രനായി നഗ്നനായി നിൽക്കുന്ന നേരം. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. ആദവും ഹൗവായും, ഒന്നാമത്തത് ആദവും ഹൗവായും. അവിടെ പാപം ചെയ്യുന്നത് വരെ നഗ്നത അപമാനത്തിൻ്റെ നാണത്തിൻ്റെ വിഷയമല്ലായിരുന്നു. പക്ഷെ പാപം പ്രവേശിച്ചോടുകൂടി നഗ്നത അപമാനത്തിൻ്റെ നാണത്തിൻ്റെ വിഷയമായി. അവരെന്ത് ചെയ്തു? ആദവും ഹൗവായും മറഞ്ഞിരിക്കുന്നു. ഇവിടെ കർത്താവ് വീണ്ടും നഗ്നനായി നിൽക്കുന്നു. പക്ഷെ അവൻ മറഞ്ഞിരിക്കുന്നില്ല, അവൻ അവനെ തന്നെ എക്സ്പോസ് ചെയ്യുന്നു. കാരണം ഇവൻ നിഷ്കളങ്കനാണ്. അന്നേറ്റ പാപത്തിൻ്റെ അപമാനത്തിൻ്റെ നാണക്കേടിൻ്റെ മുറിവിനെ അതേ നഗ്നതയാലെ തന്നെ അവൻ ഉണക്കുന്നു. അവൻ നഗ്നനായി നിൽക്കുമ്പോൾ അന്നേറ്റ പാപത്തിൻ്റെ കറയെ കർത്താവ് ഇവിടെ കഴുകി വെടിപ്പാക്കി തരുന്നു. ക്രൈസ്റ്റ് enters the shame of Adam to heal it from within. Christ enters the shame of Adam to heal it from within. കർത്താവ് ആദത്തിൻ്റെ നാണക്കേടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്തിന്? അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അതിനെ സുഖപ്പെടുത്താൻ. അതുകൊണ്ടാണ് കർത്താവ് വിവസ്ത്രനായി നഗ്നനായി നിൽക്കുന്നത്. സഫറിങ് സെർവൻറ്റ്, സഹനദാസൻ, യെശയ്യാ 53:3 നമ്മൾ അവൻ അപമാനിതനായി നിൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 22:18, സങ്കീർത്തനം 22:18 അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ഫുൾഫില്ല് ചെയ്തതായിട്ട് കാണുന്നത്. 22:18 അവർ അവൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. ഇത് ഈ സങ്കീർത്തനം ഈശോയിൽ പൂർത്തിയാവുകയാണ്. രക്ഷാകര ചരിത്രത്തിൽ കർത്താവ് മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, രക്ഷാകര ചരിത്രത്തിൽ കർത്താവ് മനുഷ്യനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പ്രവാചകരിലൂടെ സംസാരിച്ചു. ദേവാലയത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. അതുകൂടാതെ ദൈവം മാംസരൂപമെടുത്തു. ദൈവം മനുഷ്യനായി ശരീരം സ്വീകരിച്ചു. ഇനിയും താഴേക്ക് ദൈവം ദരിദ്രനായി, ദൈവം ദാസനായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ ദൈവം തമ്പുരാൻ കുറ്റാരോപിതനായി, ഹി വാസ് കണ്ടംഡ്, വിധിക്ക് പാത്രമായി, ഹി വാസ് വൂണ്ടഡ്, അവൻ മുറിവേറ്റു. മനുഷ്യത്വത്തെ മുഴുവനായിട്ടും ഏറ്റെടുത്ത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ്. ഹി വാസ് വൂണ്ടഡ്, ഒടുക്കം ഹി വാസ് എക്സ്പോസ്ഡ്, അവൻ അനാവരണം ചെയ്യപ്പെടുന്നു. മനുഷ്യൻ്റെ സകല ബലഹീനതകളിലേക്കും ദൈവം ഇറങ്ങി വരികയാണ്. എക്സ്ട്രീം ഡിവൈൻ എംപ്റ്റിയിങ് നടക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശൂന്യവൽക്കരണം നടക്കുകയാണ്. അതാണ് ഫിലിപ്പി ലേഖനം ഈ കെനോസിസിൻ്റെ, ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ, കർത്താവിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫിലിപ്പി ലേഖനം. എത്ര സുന്ദരമെന്നറിയാമോ വാക്യങ്ങൾ? ഫിലിപ്പി 2:7-8 വാക്യങ്ങൾ. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. കെനോസിസ്, ശൂന്യവൽക്കരണം നടക്കുകയാണ്. ഈ നഗ്നതയിലും ഈ ശൂന്യവൽക്കരണമാണ് നടക്കുന്നത്. ഈശോ ഇങ്ങനെ വിവസ്ത്രനായി നഗ്നനായി നിൽക്കേണ്ടി വരുമ്പോൾ ശരിക്കും സംഭവിക്കുന്നതെന്നറിയാമോ? ഇങ്ങനെ മനസ്സിലാക്കിയേ, ജീസസ് റിഡീംസ് ദ പ്ലേസസ് ഓഫ് ഷെയിം.
നമ്മുടെ നാണക്കേടിൻ്റെ സകല മേഖലകളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണണം. പീഠാനുഭവ യാത്രയിൽ കാൽവരിയുടെ നെറുകയിൽ കർത്താവ് ഇങ്ങനെ വിവസ്ത്രനായി നഗ്നനായി നിൽക്കുമ്പോൾ നമ്മുടെ നാണക്കേടിൻ്റെ സകല മേഖലകളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയെ. ഞാനൊരു 4-5 മേഖലകൾ ലിസ്റ്റ് ചെയ്യും. അപ്പം അത്തരം മേഖലകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ നഗ്നതയാലേ നീ അനുഭവിച്ച നാണക്കേടിനാലേ എൻ്റെ ആ അപമാനത്തിൻ്റെ നാണക്കേടിൻ്റെ ആ ഏടിനെ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്, പൂർവ്വകാലത്തിൻ്റെ പാപങ്ങൾ. നമ്മൾ ചെയ്തു വെച്ച ചില പാപങ്ങൾ നമുക്ക് നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ വിഷയമാണ്. നഗ്നനായി നിന്ന ഈശോ ആ മേഖലയെ സുഖപ്പെടുത്തട്ടെ. കുടുംബങ്ങളിൽ നിന്നുണ്ടായ മുറിവുകൾ, പൂർവ്വകാലത്ത് കുടുംബത്തിലുണ്ടായ മുറിവുകൾ നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ വിഷയമാണ്. ഈശോ സുഖപ്പെടുത്തട്ടെ. നമ്മൾ തന്നെ തോറ്റ് തുന്നം പാടിയ നേരങ്ങൾ, ചില തോൽവികൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പഠന മേഖലയിൽ, ജോലി മേഖലയിൽ ഒക്കെ നമുക്കുണ്ട്, ബിസിനസ്സിൽ ഒക്കെ ഉണ്ടായ തോൽവികൾ നമുക്കിപ്പോഴും ഓർക്കുമ്പോൾ നാണക്കേടാണ്, അത് അപമാനമാണ്. ആ മേഖലയെ കർത്താവ് സുഖപ്പെടുത്തട്ടെ. ചില അഡിക്ഷൻസ്, ചില ലഹരികൾ, ചില ദുശീലങ്ങൾ, അതിലൂടെ കടന്നു പോകുന്നവർക്കറിയാം. എല്ലാവരും അത് ആസ്വദിക്കുമൊന്നുമല്ല. ചിലരൊക്കെ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ബന്ധനത്തിലാണ്. അത് തന്നെ അവർക്കൊരു അപമാനം, നാണക്കേടിൻ്റെ വിഷയമാണ്. ആ മേഖലയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അബ്യൂസ് ആൻഡ് ട്രോമ. ഒത്തിരി പേരുണ്ട് അബ്യൂസ് ചെയ്യപ്പെട്ടവർ, അതൊരു ട്രോമാറ്റിക് മെമ്മറി ആയിട്ട് കിടക്കുന്നവർ. ആ മേഖലയിലൊക്കെ കർത്താവിൻ്റെ സൗഖ്യമെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകവും പിശാചും നമ്മളോട് പറയുന്നതെന്നറിയാമോ? നിങ്ങൾ കേട്ടെ, നമ്മളോട് പലപ്പോഴും പിശാച് നമ്മുടെ കാതോരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈഡ്, യു ആർ അൺവർത്തി. നീ അവിടെ മറഞ്ഞിരിക്കുക, നീ അങ്ങോട്ട് മാറിയിരിക്കുക. നിനക്കെന്ത് യോഗ്യതയുള്ളത് മുമ്പിൽ നിൽക്കാൻ? നിനക്കിത് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? അതുകൊണ്ട് പിശാച് നമ്മുടെ ചെവിയിൽ വന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ആദമന്ന് മരങ്ങളുടെ പിറകിൽ ഒളിച്ചതുപോലെ നമ്മുടെ പൂർവ്വകാലത്തിൻ്റെ പാപങ്ങളും മുറിവുകളും വീണ്ടും കുത്തി മുറിവേൽപ്പിച്ച് ഓർമ്മിപ്പിച്ച് പിശാച് നമ്മളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കും. ഹൈഡ് ദെയർ, യു ആർ അൺവർത്തി. നിനക്ക് യോഗ്യതയില്ല, നീ അവിടെ പാത്തിരിക്കുക. അപ്പോൾ കർത്താവ് പറയും, കുരിശിൽ നിന്നുകൊണ്ട് അവൻ നമ്മളോട് പറയും, നോ, കം ഔട്ട്. ഐ എൻറ്റേർഡ് ഷെയിം in order to free you. I entered shame in order to free you. എൻ്റെ കുഞ്ഞേ, നിന്നെ സ്വതന്ത്രനാക്കാനാണ്. ഈ നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ മറ നിന്നിൽ നിന്ന് മാറ്റാനാണ് ഞാൻ അതിലേക്ക് പ്രവേശിച്ചത്. ആ നഗ്നതയുടെ അപമാനത്തിലേക്ക് പ്രവേശിച്ച് കർത്താവ് ആ നാണക്കേടിൻ്റെ കെട്ടിനെ നമ്മളിൽ നിന്ന് പൊട്ടിച്ച് ദൂരെ എറിയുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളോട് മറഞ്ഞിരിക്കാൻ പറയുന്നത് പിശാചാണെന്നും, പുറത്തേക്ക് വാ, ഞാൻ ആ നാണക്കേടിനെ തോൽപ്പിച്ചുവെന്ന് പറയുന്നത് ഈശോയാണെന്നും തിരിച്ചറിയണേ. കർത്താവിൻ്റെ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട അങ്കി, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. തയ്യൽ കൂടാതെ നെയ്തെടുത്തതായതുകൊണ്ട് അത് കീറണ്ട, അത് പങ്കുവെക്കണ്ട, അത് ആർക്ക് കിട്ടണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന്, കുറിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ ഉറപ്പിച്ചു. ഇത് ഈശോയുടെ സമഗ്രതയാണ്. അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ, അവൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ, അവൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം അവൻ്റെ സഭയെ സൂചിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ശരീരമായ സഭയെ സൂചിപ്പിക്കുന്നുണ്ട്. സഭയ്ക്കുണ്ടാകേണ്ട യൂണിറ്റി, ഐക്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വിഭജിതമായി പോകാതെ, സഹനകാലത്ത്, പെർസിക്യൂഷൻ്റെ കാലത്ത്, പീഡനങ്ങൾ ഉണ്ടാകുന്ന നേരത്ത്, ആ ആഭ്യന്തര കലഹങ്ങൾ, ഇൻറ്റേർണൽ സ്ട്രഗിൾസ് ഉണ്ടാകുന്ന കാലത്ത് വിഭജിതമായി പോകാതെ ഒറ്റക്കെട്ടായി ഐക്യത്തിൽ കൂട്ടായ്മയിൽ നിൽക്കാൻ അവൻ്റെ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട അങ്കി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഗസ്തീനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ആദത്തിൻ്റെ നഗ്നതയുടെ നാണക്കേടിനെ കർത്താവിൻ്റെ നഗ്നത സുഖപ്പെടുത്തുകയായിരുന്നു. ആദത്തിൻ്റെ നഗ്നതയുടെ അപമാനത്തെ കർത്താവിൻ്റെ നഗ്നത സുഖപ്പെടുത്തി നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. ക്രിസോസ്റ്റോം പിതാവ് പറയുന്നത്, അത് സുന്ദരമാണ് ആ വാക്യം, ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഷെയിം. നഗ്നനായി നിൽക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന നാണത്തേക്കാൾ ശക്തിയുള്ളതാണ്
അവന് നമ്മളോടുള്ള സ്നേഹം. ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഷെയിം. ഹ്യൂമിലിറ്റി ഈസ് സ്ട്രോങ്ങർ ദാൻ ഹ്യൂമിലിയേഷൻ. അവൻ അപമാനിക്കപ്പെടുകയാണ്. ഹീസ് ഹ്യൂമിലിയേറ്റഡ്. അപമാനിക്കപ്പെടുമ്പോഴും പിതാവിൻ്റെ മുമ്പിലുള്ള അവൻ്റെ എളിമ, ഹ്യൂമിലിറ്റി, അപമാനത്തേക്കാൾ മുകളിലാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഷെയിം. നാണത്തേക്കാൾ വലുതാണ് നമ്മളോടുള്ള സ്നേഹം. അപമാനത്തേക്കാൾ വലുതാണ് പിതാവിൻ്റെ മുമ്പിൽ അവനുള്ള എളിമ. ഈ സ്നേഹവും എളിമയും ഉള്ളിടത്ത് നമ്മുടെ പീഡകർ പരാജയപ്പെടുകയും നമ്മൾ ജയിക്കുകയും ചെയ്യുമെന്ന് ഓർക്കണേ. അംബ്രോസ് പിതാവ് പറയുന്ന സുന്ദരമായൊരു പ്രയോഗമുണ്ട്. കർത്താവ് വിവസ്ത്രനായി. എന്തിന്? നമ്മൾ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ. കർത്താവ് വിവസ്ത്രനായി നിന്നു. എന്തിന്? നമ്മൾ, സോ ദാറ്റ് വി മേ ബി ക്ലോത്ത്ഡ് ഇൻ ദ റോബ് ഓഫ് ഗ്ലോറി. മാമോദീസായിൽ നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പുതിയ വസ്ത്രം ഇട്ടുകൊടുക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ധരിക്കുന്ന ഈ പുതിയ വസ്ത്രം അവൻ കാൽവരിയിൽ വസ്ത്രമില്ലാതെ നിന്ന് നമുക്കായി വാങ്ങിത്തന്നതാണ്. പാപത്തിൻ്റെ കറയേറ്റ് അപമാനിതരായി പോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ, നമ്മൾ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ അവൻ കാൽവരിയിൽ വിവസ്ത്രനായി നഗ്നനായി നിന്ന് അവൻ നമുക്കായി നേടിത്തന്നതാണ് ഈ മഹത്വത്തിൻ്റെ വസ്ത്രം. എഫ്രൈം പിതാവ് പറയുന്നു, ആദത്തിൻ്റെ അത്തീല കൊണ്ടല്ല മനുഷ്യകുലത്തിൻ്റെ നഗ്നത മറഞ്ഞത്, മറിച്ച് കർത്താവിൻ്റെ കുരിശിനാലെയാണ്. ഇന്നും സ്വപ്രയത്നം കൊണ്ട് നമ്മുടെ മുറിവുകളെ, നാണക്കേടിൻ്റെ മേഖലയെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദത്തെ പോലെ അത്തീല തുന്നിക്കെട്ടി വസ്ത്രം ധരിക്കുന്നവരായി മാറിപ്പോകുന്നു. നമ്മളെ കൊണ്ടതിനാകില്ല, അത് വിജയിക്കില്ല. മറിച്ച് കർത്താവിൻ്റെ കുരിശ് നമ്മുടെ നഗ്നതയെ, നമ്മുടെ അപമാനത്തെ, നമ്മുടെ നാണക്കേടിനെ മറയ്ക്കട്ടെ, സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സഭയുടെ പടിപ്പിരിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 399 and 340 അവിടെ നമ്മൾ കാണുന്നത് പാപവും നാണക്കേടും ഷെയിമും തമ്മിലുള്ള ബന്ധം കണക്റ്റഡ് ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. CCC 1691 to 1698 അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ അന്തസ് കംസ് ഫ്രം ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ്. കർത്താവിൻ്റെതായിരിക്കുന്നതിലാണ് നമ്മുടെ അന്തസ്സെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അനുദിന ജീവിത വ്യാപാരങ്ങളോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മറ്റുള്ളവരെ സ്ട്രിപ്പിംഗ്, ഇങ്ങനെ ഉരിഞ്ഞെടുക്കുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരെ വിവസ്ത്രരാക്കാറുണ്ടോ? അവരുടെ കുറവുകളെ, അവരുടെ ബലഹീനതകളെ പറഞ്ഞ് റോസ്റ്റ് ചെയ്ത് അപമാനിച്ച് നാണം കെടുത്തി തൊലി ഉരിയുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ മറ്റുള്ളവരെ കടത്തിവിടുന്നുണ്ടോ? അരുത്. മിശിഹായെ ഓർക്കണേ. നമുക്ക് വേണ്ടി ഇതുപോലെ അപമാനിതനായി നിന്ന കർത്താവിനെ ഓർക്കണേ. മറ്റൊരാളെ നമ്മുടെ പരിഹാസവാക്കുകൾ കൊണ്ട്, നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് വിവസ്ത്രരാക്കാതിരിക്കാൻ ശ്രദ്ധയുണ്ടാകണേ. യുവജനങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കുട്ടികളോടും യുവജനങ്ങളോടും പ്രത്യേകമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്, എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേര് ബോഡി ഷെയ്മിങ്ങിൻ്റെയൊക്കെ ഇരയായിട്ടുണ്ട്. ഞാൻ കൊള്ളില്ല എന്ന തോന്നൽ ഉള്ളിൽ വളർന്നു വന്നിരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ചെറുപ്പം മുതലേ ഏറ്റ കളിയാക്കലുകളുടെ ഫലമായിട്ട് എൻ്റെ സ്കിൻ ടോൺ കൊള്ളില്ല, എൻ്റെ മുഖം കൊള്ളില്ല, ഐ എം നോട്ട് പ്രസൻറ്റബിൾ, എൻ്റെ ശബ്ദം കൊള്ളില്ല, എനിക്ക് ഉയരമില്ല, എനിക്ക് നിറമില്ല, എനിക്ക് ശരീരമില്ല, ഒരുപാട് ശരീരവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഇൻഹിബിഷൻസ്, നമുക്കുള്ള മുറിവുകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്സ് ആയിട്ട് മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നു. എങ്ങും പ്രസൻറ്റബിൾ അല്ലെന്ന് തോന്നലിൽ എവിടെയും എല്ലായിടത്തും മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് ആ അപമാനത്തിൻ്റെ, നാണക്കേടിൻ്റെ മേഖലയെ സുഖപ്പെടുത്തി നിന്നെ മുഖ്യധാരയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നിന്നോട് മറഞ്ഞിരിക്കാൻ പറയുന്നത് പിശാചാണ്, മുമ്പിലേക്ക് വരാൻ പറയുന്നത് കർത്താവാണ്. കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് കയറി നിൽക്കാൻ കർത്താവ് തന്നെ നിങ്ങളെ ഒരുക്കിയെടുക്കട്ടെ. കർത്താവുമായിട്ട് കണക്റ്റഡ് ആകുക. ഹി വിൽ ഹെൽപ്പ് യു. അവസാനമായി ഇന്നത്തെ സമാപന ചിന്ത, എ ക്രിസ്ത്യൻ ഈസ് കോൾഡ് നോട്ട് ടു സ്ട്രിപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ ഉരിയാനല്ല ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്, ബട്ട് ടു ക്ലോത്ത് ദം ഇൻ ലവ്. സ്നേഹം കൊണ്ട് അവരെ ഉടുപ്പിക്കാനാണ്. നോർത്ത് നോക്കി, മറ്റുള്ളവരെ ഉരിയാനല്ല ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്,
സ്നേഹം കൊണ്ട് ഉടുപ്പിക്കാനാണ്. എ ക്രിസ്ത്യൻ ഈസ് നോട്ട് കോൾഡ് ടു സ്ട്രിപ്പ് അതേഴ്സ് ബട്ട് ടു ക്ലോത്ത് ദം ഇൻ ലവ്. സ്നേഹം കൊണ്ട് ഉടുപ്പിക്കുന്നവരായി നമുക്ക് മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, ഞങ്ങളുടെ അപമാനത്തിൻ്റെ നാണക്കേടിൻ്റെ മേഖലകളെ സുഖപ്പെടുത്താൻ വിവസ്ത്രനായി നഗ്നനായി കാൽവരി നെറുകയിൽ നിന്നവനെ, ഞങ്ങൾ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ വിവസ്ത്രനായി നിന്ന ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങൾ സ്വീകരിച്ച് മറ്റുള്ളവരെ ഞങ്ങൾ സ്നേഹം കൊണ്ട് ഉടുപ്പിക്കാൻ ഞങ്ങളെ നീ ഒരുക്കണമേ കർത്താവേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.